സാർ ഇവിടെ പാവപ്പെടാൻ 5 രൂപയ്ക്ക് വേണ്ടി ചെല്ലുമ്പോ അത് കിട്ടാതിരിക്കുക. ഇതുപോലുള്ള അദാനിമാരും ഗൗതം അതുപോലെ വീഡിയോകോൺ ഉൾപ്പെടെയുള്ള സമ്പന്നന്മാർക്ക് മുഴുവൻ കച്ചവടം ചെയ്ത് ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന നാണം കെട്ട ഒരു പ്രാഞ്ചിയട്ടനായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സാർ. ഞാനിങ്ങനെ മനപ്രയാസത്തോടുകൂടി മനസ്സിലായില്ല, നിരപരാധിയായി എന്നെ പോലീസ് പിടിച്ചോണ്ട് വരിക. പിടിച്ചോണ്ട് വരുമ്പോൾ ഗസ്റ്റ് ഹൗസ് നിങ്ങളെല്ലാം കൂടെ ഓടിക്കൂടി വലിയ ഒന്നും തള്ളും. അതിനിടയ്ക്ക് എൻ്റെ സങ്കടം ഞാൻ പറഞ്ഞപ്പം എൻ്റെ ഒരു കൊച്ചനിയത്തി പറഞ്ഞു, ഞാൻ അവനോട് ഇച്ചിരി സ്നേഹമില്ലാതെ സംസാരിച്ചു. എനിക്ക് ദുഃഖമുണ്ട്. ആ സഹോദരി എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ആ കൊച്ചനിയത്തിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം എന്നാണെന്നറിയാം, ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ അത് നേരിട്ട് പറയുന്നു, ഇല്ലേ പരസ്യമായിട്ട് പറയും. കാരണം എന്താ വെച്ചാൽ ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ. വികസന രംഗത്ത് ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാക്കിയ സ്റ്റേറ്റുകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയുടെ മുന്നേറ്റമാണ്. അവർക്ക് മാത്രമാണ് സംസ്ഥാനത്തെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പാണക്കാട് സയ്യിദ് സാലിക്കലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ പറയുന്നു, നമുക്ക് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കൂടെ അങ്ങ് ഒന്നിച്ചേക്കാം. എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. തങ്ങൾ തന്നെ നമ്മുടെ കാരണവരായി അനുഗ്രഹിക്കാനിരിക്കട്ടെ. എന്നാ കുഴപ്പം? എന്റെ ഒരു അഭിപ്രായമാണ്. നമുക്ക് ഈ കേരളം നന്നാക്കാവുന്നു. ഈ കേരളം ലോകത്തറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റാക്കി നമുക്ക് മാറ്റാം, സംശയം വേണ്ട. ഞാനിന്ന് പത്രം നോക്കിയപ്പോ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മക്കയില് അവിടെ സുഗന്ധദ്രവ്യൊക്കെ അടിച്ചോണ്ട് നിൽക്കുക. ആർക്ക് കിട്ടി അവകാശം? ഇത് കാണുമ്പോ നമ്മള് മുസ്ലിമായിട്ട് നമ്മളെ കാര്യം കൂട്ടുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ കക്ഷികൾ നടക്കുക. വല്ല ഫലമുണ്ടോ? നിക്കരിക്കണ്ടേ പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കണം, മനസ്സിലായ? അത് ചെലവാവില്ല. മുസ്ലിമാന്ന് പറയാൻ മുസ്ലിമാവൂ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതചര്യകൾ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കയിലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്നത്, മനസ്സിലായോ? അങ്ങോട്ട് ചെന്ന കേറ്റൂല. ഞാൻ ഈയിടെ അവിടെ പോയപ്പോ ജിദ്ദയ്ക്ക് പോവാ. അപ്പൊ പേട്ട നമ്മള് ജിദ്ദയ്ക്ക് പോവാന്ന് പറയും. എന്തിനു പോവാ? ഞാൻ ഉംറയ്ക്ക് പോവാന്ന്. വളരെ വലിയ സന്തോഷം പലർക്കും. പക്ഷേ ഉംറയ്ക്കൊന്നും നമ്മളെ ഒന്നും അങ്ങോട്ട് കേറ്റൂല. വല്ലത്താണ് കേറാൻ പറ്റൂല. കേരളത്തിൽ ഇവിടെ മലപ്പുറം വരെ ഒന്ന് പൊന്നാനി വരെ വരേണ്ടി വരും. ഞാൻ അതറിയില്ലാത്ത മുസ്ലിങ്ങളുണ്ട്, ഒന്ന് ആലോചിച്ചു. അതാണ് എന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു കൊടുത്തു, ഇടേ നമ്മളങ്ങോട്ട് കേറ്റൂല. അതിന് അടുത്തോടൊക്കെ ഇങ്ങനെ വാങ്ങി വാങ്ങി നടക്കാം, അകത്തോട്ട് കേറ്റില്ല. ഞാന് ഇസ്ലാം മതവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ മരിച്ച് അവനിലേക്ക് അല്ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുർആൻ. അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി. അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇടത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള 40 കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല, ആ ഭക്ഷണം ഹറാമാണെന്ന് പ്രഖ്യാപിച്ച നബി തിരുമേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല. നിന്റെ ഇടത്തും വലത്തും മുമ്പിലും പറയുന്നൊക്കെ 40 കുടുംബം 160 വീട് നോക്കാൻ പറയപ്പോ അതിനകത്ത് മുസ്ലിമാണോ നോക്കാൻ പറഞ്ഞില്ല. ആ കുടുംബങ്ങൾ, ആ കുടുംബത്തിൽ ആര് താമസിച്ചാലും ആരാണ് അവിടെ വസിക്കുന്നതെങ്കിലും
അവൻ ഭക്ഷണം കഴിക്കാതെ നീ കഴിക്കരുതെന്ന് പറയുക. നീ സക്കാത്ത് കൊടുക്കണം. അന്ത്യപ്രസംഗത്തിൽ വളരെ ശക്തമായി പറഞ്ഞ 5 കാര്യങ്ങൾ. ഒന്നാ, രണ്ടത്താണിക്ക് ചിരി വരുന്നത്, സക്കാത്ത് കൊടുത്തില്ലെന്ന് തോന്നുന്നു. രണ്ടത്താണി കൊടുക്കും, ഞാൻ കളിയാക്കിയതാ കേട്ടോ. അതായത് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ആ സക്കാത്താണ് ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസം. അതുകൂടെ അറിഞ്ഞിരിക്കണം. 2% കൊടുത്തിട്ട് അവൻ മിണ്ടാതെ കുത്തിയിരുന്ന് അടുത്ത വർഷം എന്റെ അല്ലാഹുവേ 97 ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ 2.5 കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അത് മസ്റ്റാണ്. സക്കാത്ത് കൊടുത്തിരിക്കണം. സക്കാത്ത് കൊടുക്കാത്തവൻ ഇസ്ലാമാണെന്ന് പറഞ്ഞ് റോഡിലിറങ്ങണ്ട. അത് തന്നെ സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒളിച്ചു വെക്കണ്ട. ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ 41 ദിവസമായി ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ജനസമൂഹത്തിന്റെ വികാരം മാനിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ജനങ്ങളുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ, പാർട്ടിയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അസ്തിത്വം തീർത്ത